മോർണിംഗ്. നമുക്ക് നോക്കാനുള്ള മൊഡ്യൂൾ ലോ ഓഫ് ഏജൻസിയാണ്, 4th മൊഡ്യൂൾ. അതിൻ്റെ അകത്ത് നമ്മളൊരു ഡിഗ്രി പഠിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ അധികം എക്സ്പ്ലെയിൻ ചെയ്ത് തരേണ്ട ആവശ്യമൊന്നുമില്ല. ഏജൻ്റ് എന്ന് പറഞ്ഞാൽ ആരാണ്, പ്രിൻസിപ്പൽ എന്ന് പറഞ്ഞാൽ ആരാ എന്നൊക്കെയുള്ള കാര്യങ്ങൾ. ഇപ്പം ഈ ഒരു കാലഘട്ടത്തിൽ തന്നെ നമുക്ക് ഏജൻറ്റുമാർ, പലതരത്തിലുള്ള ഏജൻറ്റുമാരുണ്ടെന്നറിയാം. ഇപ്പം നമ്മുടെ വീട്ടിലേക്കൊരു ജോലിക്ക് ഒരാളെ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ഏജൻസീനെ സമീപിക്കും. നമുക്ക് പുറത്തേക്കൊന്ന് പോകാനുണ്ടെങ്കിൽ നേഴ്സസ് റിക്രൂട്ടിങ് ഏജൻസി ഉണ്ട്, അവരെ നമ്മൾ സമീപിക്കും. അപ്പോൾ ഒരു എങ്ങോട്ടേലുമൊക്കെ ടൂറ് പോവുകയാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ട്രാവൽ ആൻഡ് ടൂറിസം ഏജൻറ്റുമാരുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള ഏജൻറ്റുമാരുണ്ട്. അപ്പം ഒരു ബിസിനസ് ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുഴുവൻ വർക്കുകളും ഒരാൾക്ക് തന്നെ ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. അപ്പോൾ അവരെന്നാ ചെയ്യും, പല ഏജൻറ്റുമാരെ ഏർപ്പെടുത്തും. അപ്പോൾ ഏജൻറ്റുമാരെന്ന് പറഞ്ഞാൽ ആർക്കായിരിക്കും, പ്രിൻസിപ്പളിന് പകരമായിട്ട് പ്രിൻസിപ്പളിന് വേണ്ടിയിട്ട് ആക്ട് ചെയ്യുന്ന വ്യക്തികളെ പറയുന്ന പേരാണ് ഏജൻ്റ് എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. ഈ ലോ ഓഫ് ഏജൻസി എന്ന് പറയുന്ന ഈ ഒരു ലോയ് കോൺട്രാക്റ്റ് ആക്ട് 1872 സെക്ഷൻ 182 മറ്റോ കിടക്കുന്ന ഒരു സംഭവമാണ് ഈ ലോ ഓഫ് ഏജൻസി എന്ന് പറയുന്നത്. അപ്പം സെക്ഷൻ 182 ഓഫ് ദി കോൺട്രാക്റ്റ് ആക്ട് 1872 കാര്യം നോട്ട് ചെയ്തോളൂ. അത് നമുക്ക് പഠിക്കാനുണ്ട്. ആദ്യത്തെ മൊഡ്യൂൾ തന്നെ കോൺട്രാക്റ്റ് ആക്റ്റാണ്. 1872 ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്റ്റാണ് പഠിക്കാനുള്ളത്. അപ്പോൾ ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് 1872 സെക്ഷൻ 182 ഈ ഏജൻ്റ് ആൻഡ് പ്രിൻസിപ്പൽ അതേക്കുറിച്ചൊക്കെ പറയുന്നത്. അപ്പം നമുക്ക് ആദ്യമായിട്ട് നോക്കാം, ഒരു ഏജൻ്റ് എന്ന് പറഞ്ഞാൽ ആരാണ്. ഇപ്പോൾ ക്ലാസ്സിലൊക്കെ ആണെങ്കിൽ നമ്മൾ പറയാറുണ്ട്, ടീച്ചറിൻ്റെ ഏജൻ്റാണ് ആ കൊച്ച്, അല്ലെങ്കിൽ ഇന്നയാൾ എന്നൊക്കെ പറയും, അല്ലെ ന്യൂസ് പിടിക്കുന്ന ആൾക്കാരെ പോലെയൊക്കെ നമ്മൾ പറയും. അപ്പോൾ അതുപോലെ എന്താണ് ഒരു ഏജൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ സംഭവം എന്ന് നോക്കാം. ആൻ ഏജൻറ്റ് ഈസ് എ പേഴ്സൺ എംപ്ലോയിഡ് ടു ഡു എനി ആക്ട് ഫോർ അനദർ ഓർ ടു റെപ്രസെൻറ്റ് അനദർ ഈ ഡീലിംഗ് വിത്ത് തേർഡ് പാർട്ടീസ്. ദ പേഴ്സൺ ഫോർ ഹും സച്ച് ആക്ട് ഈസ് ഡൺ ഓർ ഹൂ ഈസ് സോ റെപ്രസെൻറ്റഡ് ഈസ് കോൾഡ് ദി പ്രിൻസിപ്പൽ. ബൈ ഹാർട്ടാക്കി പഠിച്ചോണം. ഒരു ഏജൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയാണ് എംപ്ലോയിഡ് ടു ഡു എനി ആക്ട് ഫോർ അനദർ, മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് എന്തോ കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട്, ഓർ ടു റെപ്രസെൻറ്റ് അനദർ അല്ലെങ്കിൽ വേറൊരു വ്യക്തിനെ പ്രതിനിധീകരിക്കാൻ വേണ്ടിയിട്ട്, ഇൻ ഡീലിംഗ് വിത്ത് തേർഡ് പാർട്ടീസ്. അപ്പോൾ മൂന്നാമതൊരാളുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മുടെ പ്രിൻസിപ്പലിന് പകരം അയാളെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അയാൾക്ക് പകരം ആക്ട് ചെയ്യാൻ വേണ്ടിയിട്ടോ പ്രിൻസിപ്പൽ അപ്പോയിൻറ്റ് ചെയ്യുന്ന ആ വ്യക്തിയെ പറയുന്ന പേരാണ് ഏജൻ്റ് എന്ന് പറയുന്നത്. ദ പേഴ്സൺ ഫോർ ഹും സച്ച് ആക്ട് ഈസ് ഡൺ, ആർക്ക് വേണ്ടിയിട്ടാണോ ആ കാര്യം ചെയ്തത്, ഓർ ഹൂ ഈസ് സോ റെപ്രസെൻറ്റഡ്, ആരെയാണോ റെപ്രസെൻറ്റ് ചെയ്തത് അയാളെ പറയുന്ന പേരാണ് പ്രിൻസിപ്പൽ എന്ന് പറയുന്നത്. ഇപ്പം നമ്മുടെ ദേവമാതാ കോളേജിലാണെങ്കിൽ ഇപ്പം ജോജോ സാറ് റിട്ടയറായി, പുതിയതായിട്ട് പ്രിൻസിപ്പൾ വന്നിട്ടില്ല. പ്രിൻസിപ്പലിനെ എടുക്കാവുന്ന കാര്യങ്ങൾ അവർ ചർച്ച ചെയ്യുന്നേ ഉള്ളൂ. ഇനി പത്രത്തിൽ അഡ്വർടൈസ്മെൻ്റൊക്കെ കൊടുത്ത് അതിൻ്റെ പ്രൊസീജിയറൊക്കെ നടന്ന് ഇൻ്റർവ്യൂ ഒക്കെ നടത്തി പ്രിൻസിപ്പൾ പതുക്കെ ആകുള്ളൂ. അപ്പോൾ അത്രയും നാളത്തേക്ക് വേണ്ടിയിട്ട് നമ്മൾ ആൻസമ്മ എന്ന് പറഞ്ഞൊരു മിസ്സിനെയാണ് ഇപ്പോൾ പ്രിൻസിപ്പൽ ഇൻചാർജ് ആക്കിയിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ പ്രിൻസിപ്പളിൻ്റെ ഒരു ഏജൻ്റാണ് നമ്മുടെ ആൻസമ്മ മിസ് എന്ന് പറയുന്നത്. പ്രിൻസിപ്പലിന് പകരമായിട്ട് കാര്യങ്ങൾ ചെയ്യുകയും പ്രിൻസിപ്പലിനെ റെപ്രസെൻറ്റ് ചെയ്യേണ്ടിടത്തെല്ലാം റെപ്രസെൻറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഈ ആൻസമ്മ മിസ്സിനെ പറയുന്ന പേരാണ് ഏജൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആർക്ക് വേണ്ടിയിട്ടാണോ ചെയ്യുന്നത്, അല്ലേ, അങ്ങനെയാണ് അവിടെ സെൻറ്റൻസ് കൊടുത്തിരിക്കുന്നത്. എന്താ പറഞ്ഞിരിക്കുന്നത്, ദ പേഴ്സൺ ഫോർ ഹും സച്ച് ആക്ട് ഈസ് ഡൺ, ആർക്ക് വേണ്ടിയിട്ടാണോ ചെയ്യുന്നത്, പ്രിൻസിപ്പലിന് വേണ്ടിയിട്ട്, ഓർ ഹൂ ഈസ് സോ റെപ്രസെൻറ്റഡ്, ആരെയാണോ റെപ്രസെൻറ്റ് ചെയ്യുന്നത്, ജോജോ സാറിനെയാണ് ഇപ്പോൾ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്, അതാണ് പ്രിൻസിപ്പൽ എന്ന് പറയുന്നത്. അയാളെ പറയുന്ന പേരാണ് പ്രിൻസിപ്പൽ എന്ന് പറയുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി എസെൻഷ്യൽസ് ഓഫ് ഏജൻസി. ഒരു ഏജൻസി ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അതിൻ്റെ അകത്ത് പ്രധാനമായിട്ട് 4 എസെൻഷ്യൽസ് വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ടെക്സ്റ്റിൻ്റെ അകത്ത് വേറെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. എന്നാലും ഞാനൊരു നോട്ട് പ്രിപ്പയർ ചെയ്തായിരുന്നു, ഇത് വെച്ച് പഠിക്കുന്നതായിരിക്കും കൂടുതൽ എളുപ്പം, എല്ലാവർക്കും ഉണ്ടല്ലോ സാധനം. അപ്പോൾ എസെൻഷ്യൽസ് ഓഫ് ഏജൻസി. ദ പ്രിൻസിപ്പൽ ഷുഡ് ബി കോമ്പീറ്റൻറ്റ് ടു കോൺട്രാക്റ്റ്. ഈ പ്രിൻസിപ്പൽ എന്ന് പറഞ്ഞ ആൾ കോൺട്രാക്റ്റിൽ ഏർപ്പെടാനായിട്ട് കോമ്പീറ്റൻ്റ് ആയിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. According to section 183 of the Contract Act, any person who is of the age of majority according to the law which he is subject and who is of sound mind may employ an agent.
ദ ഫസ്റ്റ് റിക്വസിറ്റ് ഈസ് ദാറ്റ് ദ പ്രിൻസിപ്പൽ ഷുഡ് ബി കോമ്പീറ്റൻറ്റ് ടു കോൺട്രാക്റ്റ്. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ എസെൻഷ്യൽ എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ എന്ന് പറഞ്ഞ ആൾ എന്തായിരിക്കണം, കോമ്പീറ്റൻ്റ് ആയിരിക്കണം കോൺട്രാക്റ്റിൽ ഏർപ്പെടാനായിട്ട്, അതായത് കപ്പാസിറ്റി ഉള്ള ആളായിരിക്കണം. അപ്പോൾ ആർക്കാ കപ്പാസിറ്റി ഉള്ളത്? നമുക്കൊക്കെ കപ്പാസിറ്റി ഉണ്ടോ എന്ന് നോക്കാം. പറഞ്ഞിരിക്കുകയാണ്, ഹൂ ഈസ് ഓഫ് ദി ഏജ് ഓഫ് മജോറിറ്റി അക്കോർഡിംഗ് ടു ദ ലോ വിച്ച് ഹീ ഈസ് സബ്ജക്റ്റ്. അയാൾ ഏത് രാജ്യത്തെ ആളാണോ അവിടുത്തെ നിയമം അനുസരിച്ച് അയാൾ മേജറായിരിക്കണം. ഇപ്പം നമ്മുടെ ഇന്ത്യയിലാണെങ്കിൽ 18 വയസ്സിന് മേലിലുള്ള ആൾ. രണ്ടാമത്തെ കണ്ടീഷൻ പറഞ്ഞിരിക്കുന്നതാണ് ഹൂ ഈസ് ഓഫ് സൗണ്ട് മൈൻഡ്, നല്ല സൗണ്ട് മൈൻഡ്. ഇപ്പോൾ ചില ആൾക്കാരുണ്ട് മാനസിക വിഭ്രാന്തിയുള്ള ആൾക്കാർ, അല്ലെങ്കിൽ ഡ്രങ്കൺ പേഴ്സൺസ്, ജന്മന ഇഡിയറ്റ് ആയിട്ടുള്ളവർ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കൊന്നും ഏജൻറ്റിനെ എംപ്ലോയ് ചെയ്യാനായിട്ട് പറ്റില്ല. മറിച്ച് നല്ല സൗണ്ട് മൈൻഡുള്ള അതുപോലെ തന്നെ മേജറായിട്ടുള്ള ഒരു വ്യക്തിക്ക് ആരെ അപ്പോയിൻറ്റ് ചെയ്യാനായിട്ട് പറ്റും? ഏജൻറ്റിനെ അപ്പോയിൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. ദ ഫസ്റ്റ് റിക്വസിറ്റ് ദാറ്റ് പ്രിൻസിപ്പൽ ഷുഡ് ബി കോമ്പീറ്റൻറ്റ് ടു കോൺട്രാക്റ്റ്. അപ്പോൾ ഒന്നാമത്തെ കാര്യം പ്രിൻസിപ്പൾ കോമ്പീറ്റൻ്റ് ആയിരിക്കണം. 2 കണ്ടീഷൻ ഫുൾഫിൽ ചെയ്താൽ മതി. മേജർ എന്ന് പറയുമ്പോൾ അക്കോർഡിംഗ് ടു ദ ലോ ടു വിച്ച് ഹീ ഈസ് സിറ്റുവേറ്റഡ്, അയാൾ എവിടെയാണ് താമസിക്കുന്നത് അവിടുത്തെ നിയമം അനുസരിച്ച്. അതുപോലെ തന്നെ സൗണ്ട് മൈൻഡ് ഉണ്ടായിരിക്കണം. രണ്ടാമത്തെ പേഴ്സൺ, എനി പേഴ്സൺ മേ ബിക്കം ആൻ ഏജൻറ്റ്. ആർക്ക് വേണമെങ്കിലും ഏജൻ്റ് ആകാം. അതിന് സൗണ്ട് മൈൻഡ് വേണമെന്നൊന്നുമില്ല. ഇറ്റ് ഈസ് നോട്ട് നെസസറി ദാറ്റ് ഏജൻറ്റ് മസ്റ്റ് ബി എ പേഴ്സൺ കോമ്പീറ്റൻറ്റ് ടു കോൺട്രാക്റ്റ് ആസ് ഇൻ ദി കേസ് ഓഫ് പ്രിൻസിപ്പൽ, ബിക്കോസ് ദി ഏജൻറ്റ് ഇൻകേഴ്സ് നോ പേഴ്സണൽ ലയബിലിറ്റി വൈൽ കോൺട്രാക്റ്റിംഗ് ഫോർ ഹിസ് പ്രിൻസിപ്പൽ. സോ ഈവൻ എ മൈനർ ക്യാൻ ബിക്കം ആൻ ഏജൻറ്റ്. അപ്പോൾ ഏജൻറ്റ്മാർ ആർക്ക് വേണമെങ്കിലും ഏജൻ്റ് ആകാം. ഏജൻ്റ് ആകാനായിട്ട് യാതൊരുവിധ ക്വാളിഫിക്കേഷൻ്റെ ആവശ്യമില്ല. എന്തെങ്കിലും ലയബിലിറ്റി വന്നിട്ടുണ്ടെങ്കിൽ അത് ആര് വഹിക്കേണ്ടതായിട്ട് വരും? പ്രിൻസിപ്പൽ എന്ന് പറഞ്ഞ ആളായിരിക്കും അതിൻ്റെ ലയബിളായിട്ടുള്ളത്. മൂന്നാമത്തേതെന്ന് പറഞ്ഞാൽ നോ കൺസിഡറേഷൻ ഈസ് നെസസറി ടു ക്രിയേറ്റ് ആൻ ഏജൻസി. അതായത് ഒരു ഏജൻറ്റിന് റെമ്യൂണറേഷൻ കൊടുക്കണോ വേണ്ടയോ എന്നുള്ള കാര്യം. നോ കൺസിഡറേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്, കൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ സംതിങ് ഇൻ റിട്ടേൺ ആണ്. ഇപ്പോൾ നമ്മളൊരു വീട് വിൽക്കാനായിട്ട് ഇട്ടിരിക്കുവാണെങ്കിൽ കോൺട്രാക്റ്റും പ്രകാരം 2 പാർട്ടീസിന് ബെനിഫിറ്റ് ഉണ്ടാകണം. ഒരാൾക്ക് വീട് കിട്ടും, മറ്റേ ആൾക്ക് വീടിന് ഈക്വലായിട്ടുള്ള ക്യാഷ് കിട്ടും. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ ഇവിടെ ഏജൻസിയുടെ കേസിൽ പറഞ്ഞിരിക്കുകയാണ് നോ കൺസിഡറേഷൻ ഈസ് നെസസറി ടു ക്രിയേറ്റ് ആൻ ഏജൻസി. ഒരു ഏജൻസി ക്രിയേറ്റ് ചെയ്യുന്നതിന് പ്രത്യേകിച്ച് കൺസിഡറേഷൻ്റെ ആവശ്യമൊന്നും ഇല്ല. ജനറലി ആൻ ഏജൻറ്റ് ഈസ് റെമ്യൂണറേറ്റഡ് ബൈ വേ ഓഫ് കമ്മീഷൻ ഫോർ സർവീസസ് റെൻറ്റഡ്, ബട്ട് നോ കൺസിഡറേഷൻ ഈസ് ഇമ്മീഡിയറ്റ്ലി നെസസറി അറ്റ് ദി ടൈം ഓഫ് ക്രിയേറ്റിംഗ് ഏജൻസി. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നതാണ് ഏജൻറ്റിന് സാധാരണയായിട്ട് കമ്മീഷനാണ് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ ഒന്നും കൊടുത്തില്ലേലും, ഏജൻസി ക്രിയേറ്റ് ചെയ്യുന്ന സമയത്തൊന്നും കൊടുത്തില്ലേലും പ്രശ്നമൊന്നുമില്ല. ഇപ്പം ചിലർ അടുപ്പത്തിൻ്റെ പുറത്ത് ഒക്കെ ഏജൻ്റായിട്ട് പ്രവർത്തിക്കും. ഇപ്പം നമുക്ക് എന്തെങ്കിലുമൊക്കെ സ്ഥലമോ വീടോ ഒക്കെ വാങ്ങിക്കാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ പറയും. അപ്പോൾ അവർ പറയും ഇന്നടുത്ത് വീട് സ്ഥലമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഒന്നും മേടിക്കാതെ കൊണ്ട് നമ്മളത് പരിചയപ്പെടുത്തി നമുക്ക് വാങ്ങിച്ചു തരും. ഇപ്പോൾ ഒരു കല്യാണാലോചനയൊക്കെ ആണെങ്കിൽ തന്നെ ബ്രോക്കർമാർ, നമ്മുടെ പരിചയത്തിലുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ അവർ നമുക്ക് യോജിച്ച ആളാണെന്ന് കണ്ടു കഴിയുമ്പോൾ ചിലപ്പം കല്യാണാലോചനയൊക്കെ നടത്തും. അതേസമയം ബ്രോക്കർമാരെയൊക്കെ ഏൽപ്പിക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ക്യാഷ് കൊടുക്കേണ്ടി വരും. അപ്പം കൺസിഡറേഷൻ എന്ന് പറയുന്നത് ഏജൻസിയിൽ നെസസറി അല്ല. ദെൻ നാലാമത്തേതെന്ന് പറഞ്ഞാൽ ദി ഏജൻറ്റ് നീഡ് നോട്ട് ബി കോമ്പീറ്റൻറ്റ്. നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. എനി പേഴ്സൺ മേ ബിക്കം ആൻ ഏജൻറ്റ് എന്ന് പറഞ്ഞ ആ ഒരു പോയിൻ്റ് ഒന്ന് നേരെ തിരിച്ച് ഒന്നും കൂടി എഴുതിയെന്നുള്ളൂ. സോ ഈവൻ ഇഫ് മൈനർ ക്യാൻ ബ്രിങ് എബൌട്ട് എ കോൺട്രാക്ച്വൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എ പ്രിൻസിപ്പൽ ആൻഡ് എ തേർഡ് പാർട്ടി. പ്രിൻസിപ്പളും തേർഡ് പാർട്ടിയും തമ്മിലുള്ള കോൺട്രാക്ച്വൽ റിലേഷൻഷിപ്പിൽ മൈനർക്ക് വേണമെങ്കിലും അത് ആക്ട് ചെയ്യാമെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 4 പോയിൻറ്റുകൾ നോക്കുക. പ്രിൻസിപ്പൾ കോമ്പീറ്റൻ്റ് ആയിരിക്കണം, ആർക്ക് വേണമെങ്കിലും ഏജൻ്റ് ആകാം, കൺസിഡറേഷൻ്റെ ആവശ്യമൊന്നുമില്ല, ഏജൻറ്റ് കോമ്പീറ്റൻ്റ് ആകണമെന്ന് ഇല്ല. ഇനി എങ്ങനെയൊക്കെയാണ് ഒരു ഏജൻസി ക്രിയേറ്റ് ചെയ്യുന്നതെന്ന്, അതേക്കുറിച്ച് 6 പോയിൻറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഓരോന്നും പ്രധാനപ്പെട്ടതാണ്. നമ്മളൊരാളെ കണ്ടു കഴിയുമ്പോൾ ഇന്ന വ്യക്തിയുടെ ഏജൻ്റ് ആണെന്ന് എങ്ങനെയാണ് മനസ്സിലാക്കുന്നതെന്ന്. ഒന്നാമത്തേത് ഏജൻസി ബൈ എക്സ്പ്രസ് എഗ്രിമെൻറ്റ്.
When an agreement is appointed by words spoken or written is called agency by express agreement. The usual form of a written contract of agency is the power of attorney, which gives an authority to power to a person to act as an agent. അപ്പോൾ ഒന്നാമത്തെ ഏജൻസി ക്രിയേറ്റ് ചെയ്യുന്നത് എക്സ്പ്രസ് എഗ്രിമെൻറ്റ് വഴിയാണ്. അപ്പം നമ്മുടെ വീട്ടിലൊക്കെ ചില ആൾക്കാർ വന്നിട്ട് പറയും ഇന്ന കമ്പനിയിൽ നിന്നാണ് വരുന്നത്. ഇപ്പോൾ HDFC ബാങ്കിൽ നിന്നാണ് വരുന്നത്, സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ നിന്നാണ് ഞങ്ങൾ വരുന്നത്. ഇപ്പോൾ കോളേജിൽ ഡിഗ്രി തേർഡ് ഇയറൊക്കെ ആകുമ്പോൾ കുറേ കമ്പനിക്കാർ അതുപോലെ തന്നെ വലിയ വലിയ ബിസിനസ് സ്കൂളുകളും ഒക്കെ വരും, MBA ഉണ്ടെന്ന്. അപ്പോൾ ഇന്നടത്തെ ഏജൻറ്റാണെന്നും പറഞ്ഞ് അവർ സ്പോക്കൺ ഓർ റിട്ടേൺ വേഴ്സിൽ പറയുക, അല്ലെങ്കിൽ അവർ അവരുടേതായിട്ടുള്ള ലെറ്റർ കാണിക്കും. ബിസിനസ്സിൽ അതിനെ നമ്മൾ പവർ ഓഫ് അറ്റോർണി എന്ന് പറയുന്നതാണ്. അപ്പോൾ അങ്ങനെയാണ് ഒന്നാമത്തെ ഏജൻസി എന്ന് പറയുന്നത്. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ ഏജൻസി ബൈ ഇംപ്ലിക്കേഷൻ. In this case, authority to act as an agent can be inferred from the nature of business, the circumstances of the case, the conduct of principal or the course of dealing between the parties. അപ്പോൾ ഏജൻസി ബൈ ഇംപ്ലിക്കേഷനിൽ നമ്മൾ ഏജൻറ്റിനെ തിരിച്ചറിയുന്നത് ഇങ്ങനെയൊക്കെയാണ്. നേച്ചർ ഓഫ് ദി ബിസിനസ്സിൻ്റെ സ്വഭാവം അനുസരിച്ച്, സാഹചര്യങ്ങളുടെ കിടപ്പനുസരിച്ച്, പ്രിൻസിപ്പളിലും അതുപോലെ തന്നെ ഏജൻറ്റും തമ്മിലുള്ള അവരുടെ ഇടപെടലുകൾ കണ്ടു കഴിയുമ്പോൾ. ഇപ്പോൾ രണ്ടാമത്തെ കേസിൽ ഇപ്പോൾ നമ്മുടെ ദേവമാതാ കോളേജിൽ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി ഉണ്ട്, അതുപോലെ തന്നെ ബുക്ക് സ്റ്റോളും ഉണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലായി കോളേജിന് പകരമായിട്ട് കോപ്പറേറ്റീവ് സൊസൈറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന പോകുന്ന ഇന്നയാളാണ്, ബുക്ക് സ്റ്റോളിലെ കാര്യങ്ങൾ നോക്കുന്നത് ഇന്ന വ്യക്തിയാണ് എന്നുള്ളത്. അപ്പോൾ അത് നമുക്ക് മനസ്സിലാവുന്നത് അവരുടെ പെരുമാറ്റത്തിൽ നിന്നും ആ ബിസിനസ്സിൻ്റെ സ്വഭാവത്തിൽ നിന്നും അതുപോലെ തന്നെ പ്രിൻസിപ്പളുമായിട്ടുള്ള അവരുടെ ആ ഒരു പെരുമാറ്റത്തിൽ നിന്നൊക്കെയാണ്. അപ്പോൾ അതാണ് ഏജൻസി ബൈ ഇംപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ദെൻ മൂന്നാമത്തത് ഏജൻസി ബൈ എസ്റ്റോപ്പലാണ്. ശ്രദ്ധിച്ച് മനസ്സിലാക്കിക്കോണേ. ഏജൻസി ബൈ എസ്റ്റോപ്പൽ എന്ന് പറഞ്ഞാൽ എന്താണ്? എസ്റ്റോപ്പൽ മീൻസ് ടു പ്രിവെൻറ്റ് എ പേഴ്സൺ ഫ്രം ഡിനൈയിങ് എ ഫാക്റ്റ്. എസ്റ്റോപ്പൽ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ മീനിങ്. ഒരു കാര്യം നിഷേധിക്കുന്നതിൽ നിന്ന് ഒരു വ്യക്തിയെ തടയുക എന്നാണ്. വെയർ എ പേഴ്സൺ ഹാസ് ബൈ ഹിസ് വേർഡ്സ് ഓർ കണ്ടക്ട് ലെഡ് അനദർ ടു ബിലീവ് ദാറ്റ് a particular fact is true, he cannot afterwards be permitted to deny that fact. Thus, A by his conduct makes another person B to believe that a certain person C is an agent. A is subsequently stopped from denying that C is not an agent. This is called agency by estoppel. അപ്പോൾ ഏജൻസി ബൈ എസ്റ്റോപ്പൽ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ മീനിങ്. ഒരു വ്യക്തി ഒരു കാര്യം പറഞ്ഞു. ഇപ്പം അവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. എ എന്ന് പറഞ്ഞ ആൾ അയാളുടെ പെരുമാറ്റവും ഇടപെടലും ഒക്കെ സിയുമായിട്ടുള്ള പെരുമാറ്റവും ഇടപെടലും ഒക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സി അയാളുടെ ഏജൻ്റാണ് എന്നുള്ള കാര്യം നമുക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാകും. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഈ എ എന്ന് പറഞ്ഞ വ്യക്തി ഒരിക്കലും ആ കാര്യം നിഷേധിക്കാനായിട്ട് പാടില്ല. ആ ഒരു സംഭവത്തിനെ പറയുന്ന പേരാണ് ഏജൻസി ബൈ എസ്റ്റോപ്പൽ എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ ബസ്സിലൊക്കെ കയറുവാണെങ്കിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ പൊതുസ്ഥലങ്ങളിൽ പബ്ലിക് പ്ലേസിലൊക്കെ പോവുകയാണെങ്കിൽ ചില ആൾക്കാർ ഇപ്പോൾ ഒരു ആണും പെണ്ണും ഒക്കെ പോവുകയാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് ഇരുന്ന് പറയും, ഈയിടെ കല്യാണം കഴിഞ്ഞതാണെന്നാണ് തോന്നുന്നത് രണ്ടുപേരെയും കണ്ടിട്ട്. കാരണം അവരുടെ പെരുമാറ്റം കണ്ടിട്ടുണ്ടെങ്കിൽ പുതിയതായിട്ട് കല്യാണം കഴിച്ച കപ്പിൾസിനെ പോലെയൊക്കെ നമുക്ക് തോന്നും. അല്ലെങ്കിൽ ചിലപ്പം ചിലരെ കാണുമ്പം പറയും ആങ്ങളെയും പെങ്ങളും ആണെന്ന് ആരോടും ചോദിക്കേണ്ട, കണ്ടാൽ തന്നെ അറിയാം. അപ്പോൾ അന്ന് പറഞ്ഞ പോലെ ചില സാഹചര്യങ്ങളിൽ ഈ പ്രിൻസിപ്പളും വേറൊരു വ്യക്തിയും തമ്മിലുള്ള ഇടപെടൽ കാണുമ്പം തന്നെ നമുക്ക് മനസ്സിലാകും പ്രിൻസിപ്പളിൻ്റെ ഏജൻ്റാണ് ഈ പർട്ടിക്കുലർ വ്യക്തി എന്ന് പറയുന്നത്. കാരണം അവരുടെ പെരുമാറ്റം അങ്ങനെയാണ്. അപ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോൾ പ്രിൻസിപ്പളോ ഏജൻറ്റോ ഈ കാര്യം നിഷേധിക്കാനായിട്ട് പാടില്ല. ആ ഒരു സംഭവത്തിനെ പറയുന്ന പേരാണ് ഏജൻസി ബൈ എസ്റ്റോപ്പൽ. 2 മാർക്കിന് സ്ഥിരം ചോദിക്കുന്നതാണ്, നല്ലപോലെ പഠിച്ചോണം. അടുത്തത് ഏജൻസി ബൈ ഹോൾഡിംഗ് ഔട്ട്. ദിസ് ഈസ് എ ബ്രാഞ്ച് ഓഫ് ഏജൻസി ബൈ എസ്റ്റോപ്പൽ. സംടൈംസ് prior or positive or affirmative act on the part of the principal may lead another person to believe that there is an agent-principal relationship. അപ്പോൾ ഏജൻസി ബൈ ഹോൾഡിംഗ് ഔട്ട് എന്ന് പറയുന്നത് ഈ ഏജൻസി ബൈ എസ്റ്റോപ്പലിൻ്റെ ഒരു ബ്രാഞ്ച് പോലെയാണ്. അതായത് 2 വ്യക്തികൾ തമ്മിൽ ഉള്ള പെരുമാറ്റം കണ്ടു കഴിയുമ്പോൾ മറ്റുള്ള ആൾക്കാർക്ക് തോന്നും ഇന്ന പ്രിൻസിപ്പളിൻ്റെ ഏജൻ്റാണല്ലോ ഇയാളെന്ന് തോന്നിപ്പോവും. അതുപോലുള്ള പോസിറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ അഫർമേറ്റീവായിട്ടുള്ള ആക്റ്റാണ് പ്രിൻസിപ്പളിൻ്റെ ആ ഒരു ഇടപെടൽ കാര്യങ്ങളൊക്കെ കണ്ടു കഴിയുമ്പോഴത്തേക്കും നമുക്ക് തന്നെ തോന്നിപ്പോകും
ഇന്ന വ്യക്തി ഇയാളുടെ ഏജൻ്റ് അല്ലേ എന്ന് നമുക്ക് തോന്നിപ്പോവും. അങ്ങനെയുള്ള ഏജൻസികൾ. ദെൻ അഞ്ചാമത്തേതെന്ന് പറഞ്ഞാൽ ഏജൻസി ബൈ നെസസിറ്റിയാണ്. സംടൈംസ് എക്സ്ട്രാ ഓർഡിനറി സർക്കംസ്റ്റാൻസസ് റിക്വയർ ദാറ്റ് എ പേഴ്സൺ who is not really an agent should act as an agent of another. In such a case, there might not have been an express or implied authority to do an act. ഏജൻസി ബൈ നെസസിറ്റി ആണ് അഞ്ചാമത്തെ പോയിന്റ് പറഞ്ഞിരിക്കുന്നത്. ചില അടിയന്തരമായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും എന്നാ പറ്റും, ചില വ്യക്തികൾക്ക് ഏജൻ്റായിട്ട് പ്രവർത്തിക്കേണ്ടി വരും. ഇപ്പോൾ ഒരു വലിയൊരു ബിസിനസ് ഓർഗനൈസേഷനാണ്, അതിൻ്റെ ഏതെങ്കിലുമൊക്കെ ഭാഗം കത്തിപ്പോയി, അല്ലെങ്കിൽ പെട്ടെന്നൊരു തീപിടുത്തം ഉണ്ടായി. അപ്പോൾ കുറേ ആൾക്കാർ വന്ന് തീ കെടുത്തി കഴിഞ്ഞു. കുറേ ആൾക്കാരെന്ന് പറയുമ്പോൾ 5-10 പേര് വന്ന് തീ കെടുത്തി കഴിയുമ്പോഴത്തേക്കും എന്നാണ് ആ പ്രിൻസിപ്പൽ എന്ന് പറഞ്ഞ ആൾ തീ കെടുത്തിയവർക്ക് ചിലപ്പോൾ ഒരു പാരിതോഷികമൊക്കെ കൊടുക്കും. ഒരു ഏജൻ്റായിട്ട് ചിലപ്പോൾ ആ ഒരു സാഹചര്യത്തിന് സമ്മർദ്ദം മൂലം പ്രവർത്തിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെയുള്ള ഏജൻസീനെ പറയുന്ന പേരാണ് ഏജൻസി ബൈ നെസസിറ്റി. then ആറാമത്തേത് ബൈ റാറ്റിഫിക്കേഷനാണ്. അതിന് നമ്മൾ എക്സ്പോസ്റ്റ് ഫാക്ടോ ഏജൻസി എന്ന് പറയും. 2 മാർക്കിൻ്റെ ഒരു സ്ഥിരം ക്വസ്റ്റ്യനാണ് എക്സ്പോസ്റ്റ് ഫാക്ടോ ഏജൻസി. റാറ്റിഫിക്കേഷൻ മീൻസ് സബ്സിക്വൻറ്റ് അക്സെപ്റ്റൻസ് ബൈ ദ പ്രിൻസിപ്പൽ ഇൻ റെസ്പെക്റ്റ് ഓഫ് ആൻ ആക്ട് ഡൺ ബൈ ദി ഏജൻറ്റ് വിതൗട്ട് അതോറിറ്റി. Sometimes the agent may act without the authority of principal. If the principal or ratifies subsequently the act of the agent, he is said to have ratified that act. ബൈ റാറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്, അതായത് പ്രിൻസിപ്പൾ ശരിക്കും ഒരു വ്യക്തിനെ ഇന്ന കാര്യം ചെയ്യണമെന്ന് പറഞ്ഞൊന്നും ഏൽപ്പിച്ചില്ല. ഇപ്പോൾ ക്ലാസ്സിലൊക്കെ അങ്ങനെയാണ്. ചിലപ്പോൾ ഒരു 2-3 ആഴ്ചയൊക്കെ ലീഡറും കാര്യങ്ങളും ഒക്കെ ഇല്ലാതെ അങ്ങോട്ട് പോകും. കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും ടീച്ചേഴ്സിന് തോന്നി ഇന്നയാളെ ലീഡറായിട്ട് അപ്പോയിൻറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ലതാണല്ലോ എന്ന് തോന്നും. അപ്പോൾ അങ്ങനെ വരുന്ന സംഭവത്തിനെ പറയുന്ന പേരാണ് ബൈ റാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. കൂടുതൽ കാര്യങ്ങൾ ഞാൻ പിന്നീട് പറഞ്ഞു തന്നുകൊള്ളാം. ഓക്കെ, അപ്പോൾ ബൈ റാറ്റിഫിക്കേഷൻ അത് ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. സബ്സിക്വൻറ്റ് അക്സെപ്റ്റൻസ് ആണ്. ഒരാളുടെ പെരുമാറ്റമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ തോന്നി നല്ലതാണെന്ന് അങ്ങനെ അതിന് അംഗീകാരം കൊടുത്തു. ഓക്കെ, താങ്ക് യു.